Hello dear friends, welcome to Swathi Swagath tutorials. Today we are starting with a new chapter in plus 1 biology, that is cell cycle and cell division. So let's start. Then listen, our new chapter name cell cycle and cell division. Okay, then see what is cell cycle. Cell cycle means it is the sequence of events by which a cell duplicates its genome, synthesize the other constituents of the cell and eventually divides into two daughter cells. Okay, cell cycle means ഒരു സെല്ല് എന്താ ചെയ്യുന്നത്, അതിലുള്ള ജീനോം ജനറ്റിക് മെറ്റീരിയൽസ് അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു, ദാറ്റ് ഈസ് അതിനെ ഇരട്ടിയാക്കി മാറ്റുന്നു. അതുപോലെ വേറെ കോൺസ്റ്റിറ്റ്യൂവൻസ് എന്തൊക്കെയാണോ അതിനെ പുതിയതായി സിന്തസൈസ് ചെയ്യുന്നു. ആൻഡ് ഇവൻച്വലി ദാറ്റ് ഈസ് ഫൈനലി ദി സെൽ ഡിവൈഡ്സ് ഇൻ ടു ടു ഡോട്ടർ സെൽസ്. എന്നിട്ട് ആ പാരൻറ്റ് സെൽ ഡിവൈഡ് ചെയ്ത് ടു ഡോട്ടർ സെൽസ് ആയിട്ട് മാറുന്നു. ആൻഡ് ദിസ് ഹോൾ ഈവൻറ്റ് ഇസ് കോൾഡ് സെൽ സൈക്കിൾ. Okay, this newly formed daughter cells can grow and at maturity this daughter cells again divides and form new cells. That is, this process is repeating. Then next, cells divide once in approximately every 24 hours. Okay, അപ്പോൾ ഒരു സെല്ല് എന്ത് ചെയ്യുന്നുണ്ട്, ഹ്യൂമൻ കേസിലാണ് പറയുന്നത്, 24 ഹവേഴ്സിൽ ഓരോ സെൽസും എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ്, ഡ്യൂറേഷൻ ഓഫ് സെൽ സൈക്കിൾ. ഈ ഒരു സെൽ സൈക്കിൾ കംപ്ലീറ്റ് കാര്യങ്ങൾ ഒരു സെൽ എന്ത് ചെയ്യുന്നു, പ്രിപ്പറേഷൻ നടത്തുന്നു, എന്നിട്ടാണ് സെൽ ഡിവൈഡ് ചെയ്യുക. സെൽ ഡിവിഷന് വേണ്ട പ്രിപ്പറേഷൻ നടത്തുന്നു, ദെൻ ലാസ്റ്റ് സ്റ്റേറ്റിൽ എന്ത് ചെയ്യുന്നു, അത് ഡിവൈഡ് ചെയ്യുന്നു. ദ ഡ്യൂറേഷൻ ഓഫ് സെൽ സൈക്കിൾ വാരീസ് അക്കോർഡിംഗ് ടു ദ ഓർഗാനിസം. Then for example, in case of a human, the cell cycle duration is 24 hours. It is 24 hours. And in case of yeast fungus ആണ് നമുക്കറിയാം, യൂണിസെല്ലുലാർ ഫംഗസ് yeast, it is 90 minutes. And in case of bacteria, it is 20 minutes. Okay, and about epithelial cells, നമുക്കറിയാം epithelial cells നിങ്ങൾ പഠിക്കുന്നതാണ്, സുവോളജിയിലൊക്കെ കേട്ടിട്ടുണ്ടാകും. epithelial cells it is about 8 to 10 minutesൽ എന്ത് ചെയ്യുന്നു, അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു. ദെൻ about the onion root tip, ഒനിയൻ്റെ റൂട്ട് ടിപ്പ്, അതായത് നമുക്ക് അധികം ക്രോമസോംസ് വിസിബിൾ ആവാനൊക്കെ നടത്തുന്ന എക്സ്പെരിമെൻറ്റിലൊക്കെ ഒനിയൻ റൂട്ട് ടിപ്പ് വെച്ചിട്ടാണ് നമ്മൾ മൈറ്റോസിസ് സ്റ്റേജസ് ഒക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇൻ കേസ് ഓഫ് ഒനിയൻ റൂട്ട് ടിപ്പ് ഇറ്റ് ഈസ് 20 hours. ഓക്കെ, 20 hours എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, സെൽ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഹെഡിങ്, ഫേസസ് ഓഫ് സെൽ സൈക്കിൾ. ഓക്കെ, ഇവിടെ ഒരു ഡയഗ്രാം നിങ്ങൾക്ക് കാണാം, ടെക്സ്റ്റ് ബുക്കിലുള്ള ഡയഗ്രാമാണ്, ഇമ്പോർട്ടൻറ്റ് ഡയഗ്രാമാണ്. ഇത് സെൽ സൈക്കിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡയഗ്രാമാണ്. ഓക്കെ, അപ്പോൾ ഈ കംപ്ലീറ്റ് കാര്യമാണ് എന്ത്, സെൽ സൈക്കിൾ. ഒരു സെല്ല് ഡിവൈഡ് ചെയ്യുന്നു, ദെൻ ടു ഡോട്ടർ സെൽസ് ആയിട്ട് മാറുന്നു, ആ കംപ്ലീറ്റ് ഈവൻറ്റ് സെൽ സൈക്കിൾ. അതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം, പിന്നെയും ഡിഫറെൻറ്റ് ഫേസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. മെയിൻലി സെൽ സൈക്കിൾ ഹാസ് ടു ഫേസസ്. ഫസ്റ്റ് ഫേസ് ഇസ് കോൾഡ് ഇന്റർഫേസ് ആൻഡ് ദ സെക്കൻഡ് ഇസ് കോൾഡ് എം ഫേസ്. ഓക്കെ, എം ഫേസ് ഓർ അതർവൈസ് കോൾഡ് മൈറ്റോസിസ് ഫേസ്. മൈറ്റോസിസ് ഫേസ് എന്നാണ് പറയാം. ഇന്റർഫേസ് ആൻഡ് എം ഫേസ്, അതാണ് രണ്ട് സ്റ്റേജസ് എന്തിൻ്റെത്, സെൽ സൈക്കിൾ. ദെൻ എം ഫേസ് റെപ്രസെൻറ്റ് ദ ഫേസ് ഓഫ് ആക്ച്വൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരു സെല്ല് കറക്റ്റ് രണ്ടായി ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു കാര്യമാണ് എന്ത്, എം ഫേസിൽ വരുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻ എ 24 hour ആവറേജ് ഡ്യൂറേഷൻ ഓഫ് എ സെൽ സൈക്കിൾ, ദാറ്റ് ഈസ് ഇൻ കേസ് ഓഫ് ഹ്യൂമൻ, അല്ലെ ഹ്യൂമൻ്റെ പറഞ്ഞു ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് രണ്ട് ഡോട്ടർ സെൽസ് ആയി മാറാൻ വേണ്ടി കംപ്ലീറ്റ് പ്രോസസ്സ് നടക്കാൻ 24 hour ആണ് ആവറേജ് ടൈം എന്നുള്ളത്. ആ ഒരു 24 hour കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സെൽ ഡിവിഷൻ ലാസ്റ്റ് ഫോർ ഓൺലി അബൌട്ട് എൻ അവർ, ദാറ്റ് ഈസ് എം ഫേസ് ഓർ മൈറ്റോസിസ് ഓർ ആക്ച്വൽ ഡിവിഷൻ നടക്കാൻ ആ ഒരെണ്ണം പാരൻറ്റ് സെൽ ഡോട്ടർ സെൽസ് ആയി മാറാൻ ഒരു 1 hourൻ്റെ ആവശ്യമുള്ളൂ. ബട്ട് ബാക്കി 23 hours ദ ഇൻ്റർഫേസ് ലാസ്റ്റ് മോർ ദാൻ 95% എന്ന് പറഞ്ഞാൽ 23 hours ഇൻ്റർഫേസിലാണ് സെൽ ഉണ്ടാവുക. ലാസ്റ്റ് 1 hour മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അത് ഡിവൈഡ് ചെയ്യുക. സോ ഇൻ്റർഫേസ് എന്ന് പറയുന്നതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് മനസ്സിലായി, ഏറ്റവും ടൈം എടുക്കുന്ന കാര്യമാണ്. ഇറ്റ് ഈസ് ആക്ച്വലി എ പ്രിപ്പറേറ്ററി ഫേസ് എന്ന് പറയാം. ആ സെല്ല് ഡിവൈഡ് ചെയ്യാനുള്ള എല്ലാ പ്രിപ്പറേഷനും നടത്തുന്ന ഫേസാണിത് ഇൻ്റർഫേസ് എന്നുള്ളത്. ഓക്കെ, അപ്പം ഈ ഒരു ഡയഗ്രാം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇതിനു വേണ്ടി ഇവിടെ ഈ G1 S G2 ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കാണാം. ഇൻ്റർഫേസിനെയാണ് വീണ്ടും നമ്മൾ G1 S G2 എന്ന് ഡിവൈഡ് ചെയ്യുന്നത്.
Then go to the first phase, that is interphase. Okay, actually interphase means it is a period between two successive cell division. രണ്ട് ഡിവിഷന് ഇടയിലുള്ള ഒരു സക്സസീവ് ആയിട്ടുള്ള ഒരു സ്റ്റേജ്, ഇൻ ബിറ്റ്വീൻ വരുന്ന ഒരു സ്റ്റേജ് ആണ് ഇന്റർഫേസ്. ആൻഡ് ദോ ഇറ്റ് ഈസ് കോൾഡ് എ റെസ്റ്റിംഗ് ഫേസ്, ഇറ്റ് ഈസ് ദ ടൈം ഓഫ് ആക്റ്റീവ് മെറ്റബോളിക് റിയാക്ഷൻ. ഇന്റർഫേസ് നമ്മൾ റെസ്റ്റിംഗ് ഫേസ് എന്ന് പറയുമെങ്കിലും ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് എ റെസ്റ്റിംഗ് ഫേസ്. റെസ്റ്റ് എടുക്കുന്ന ഫേസ് അല്ല, അതെന്താണ്, മെറ്റബോളിക്കലി ആക്റ്റീവ് ആയിട്ടുള്ളൊരു ഫേസ് ആണ്. ഓക്കെ, ദെൻ we know interphase occupied more than 95% അല്ലേ, 1% അല്ലെങ്കിൽ ചെറിയൊരു 1 hour മാത്രമാണ് ആർക്ക് വേണ്ടത്, ഈ ഡിവിഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗം നമ്മൾ പറഞ്ഞു. ദെൻ ഹിയർ ദിസ് ഇന്റർഫേസ് ക്യാൻ ബി അഗെയിൻ ഡിവൈഡഡ് ഇൻ ടു 3 phases, ദാറ്റ് ഈസ് G1, S ആൻഡ് G2. അപ്പോൾ ഇത്രയും വരുന്നതാണ് എന്ത്, ഇന്റർഫേസ്. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, G1, ദെൻ S phase, G2. ഓക്കെ, അപ്പോൾ തന്നെ എത്രയും മെജോറിറ്റി കവർ ചെയ്തു, 95% കവർ ചെയ്തു. അതാണ് എന്ത്, ഇന്റർഫേസ്. ഇത്രയും ഭാഗങ്ങളാണ് ഇന്റർഫേസ്. ക്ലിയർ? ദെൻ ദിസ് ഈസ് M phase ഓർ മൈറ്റോസിസ് phase, ദറ്റ് ഈസ് ദ phase ഓഫ് ആക്ച്വൽ സെൽ ഡിവിഷൻ. അപ്പോൾ സെൽ ഡിവിഷൻ നടക്കുന്നത് കണ്ട് ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ, വെച്ചാൽ ചെറിയൊരു ഭാഗം അതിനുള്ള ഒരു 1 hour നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും മതി, 1 phase. ഓക്കെ, M phase ഓർ മൈറ്റോസിസ് phase. ആൻഡ് ദിസ് M phase എന്ന് പറയുമ്പം അവിടെ ഒരു സെല്ലിലെ ന്യൂക്ലിയസ് ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്യും M phaseലും കൂടെ എത്തുമ്പം. ദെൻ ദിസ് ന്യൂക്ലിയർ ഡിവിഷൻ ഫോളോഡ് ബൈ ഡിവിഷൻ ഓഫ് സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസവും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോഴേ ഒരു സെല്ല് 2ആയി മാറുന്നുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഇസ് സൈറ്റോകൈനസിസ് എന്ന് പറയുന്നൊരു ഭാഗം വരും. അപ്പോൾ ഇവിടെ എത്തുമ്പോഴേക്കാണ് ഒരു സെല്ല് 2ആയിട്ട് മാറുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്, ടെക്സ്റ്റിലുള്ളതുപോലെ വരച്ച് പഠിക്കാം. ദിസ് ഇസ് ദ പാരന്റ് സെൽ. പാരന്റ് സെൽ go through this interphase, that is G1 phase, first G1 phase, then G2 phase, sorry S phase, then G2 phase, then M phase അല്ലെ. M phaseും കൂടെ കഴിഞ്ഞ് സൈറ്റോകൈനസിസ് കൂടെ കഴിയുമ്പം അത് എന്തായിട്ട് മാറുന്നു, ഡോട്ടർ സെൽസായി ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഡിവിഷൻ നടക്കുക. എങ്ങനെ വരച്ച് പഠിക്കണം. ഇപ്പോൾ G1, S, G2 ചേർന്നതാണ് ഇന്റർഫേസ് എന്ന് പറഞ്ഞു. ഓരോ ഫേസിലും നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ G1 phase, ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് ഫസ്റ്റ് ഗ്യാപ്പ് ഫേസ് ഓർ പോസ്റ്റ് മൈറ്റോട്ടിക് ഗ്യാപ്പ് ഫേസ്. ഇത്രയും പേരിൽ അറിയപ്പെടുന്നുണ്ട്. പോസ്റ്റ് മൈറ്റോട്ടിക് ഗ്യാപ്പ് ഫേസ് എന്ന് പറയാൻ കാരണം മൈറ്റോസിസ് നടക്കുന്ന എവിടെയാണ്, മൈറ്റോസിസ് നടന്ന ഡോട്ടർ സെൽസ് ഉണ്ടാവുന്നു. ദിസ് ഡോട്ടർ സെൽസ് ക്യാൻ അഗെയിൻ കംപ്ലീറ്റ് ദ സൈക്കിൾ അല്ലേ, ഇതുപോലെ കണ്ടിന്യൂസ് ആയി നടക്കാം, സൈക്ലിക് ആയിട്ടുള്ള ആക്ഷനാണ്. അപ്പോൾ മൈറ്റോസിസ് കഴിഞ്ഞിട്ട് വരുന്നതല്ലേ G1, അതുകൊണ്ടാണ് ഇത് പോസ്റ്റ്. പോസ്റ്റ് മീൻസ് എന്താ, ആഫ്റ്റർ എന്നുള്ള മീനിങ് ആണ്. മൈറ്റോസിന് ശേഷം വരുന്നതുകൊണ്ട് ദിസ് ഇസ് G1. ഓക്കെ, കാരണം ഇതിങ്ങനെ ഈ ഒരു ലെവലിൽ പോകുമ്പോൾ ഇനി ഈ ഡോട്ടർ സെൽസിന് പിന്നെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ നോക്കുമ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ പൊസിഷൻ പറയാം. ദാറ്റ് ഈസ് പോസ്റ്റ് മൈറ്റോട്ടിക് ഗ്യാപ്പ് ഫേസ്. വാട്ട് ആർ ദ ഈവൻസ് ഇൻ G1 phase? ദ സെൽ ഇസ് മെറ്റബോളിക്കലി ആക്റ്റീവ് ആൻഡ് കണ്ടിന്യൂസ്ലി ഗ്രോ. ഓക്കെ, സെല്ല് മെറ്റബോളിക്കലി ആക്റ്റീവ് ആവുന്നു, എന്നുവെച്ചാൽ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് പ്രിപ്പയർ ചെയ്യാണ്, അത് ആക്റ്റീവായി മാറുന്നു. ആൻഡ് കണ്ടിന്യൂസ്ലി ഗ്രോ, അതിൻ്റെ സൈസൊക്കെ കൂടി റെഡിയായി വരും. ആൻഡ് സിന്തസൈസ് ഓഫ് RNA ആൻഡ് പ്രോട്ടീൻ ടേക്സ് പ്ലേസ് അല്ലേ. സെൽ ഡിവിഷൻ ആവശ്യമായിട്ടുള്ള RNA പ്രോട്ടീൻ സിന്തസിസ് ഒക്കെ നടത്തും. ബട്ട് ഡു നോട്ട് ഡെപ്ലിക്കേറ്റ് ഇറ്റ്സ് എ ജീനോം ഓർ DNA റെപ്ലിക്കേഷൻ ഒന്നും നടക്കുന്നില്ല, ജസ്റ്റ് സെല്ല് ഗ്രോ ചെയ്യുന്നു, മെറ്റബോളിക്കലി ആക്റ്റീവ് ആവുന്നു. ഓക്കെ, ദിസ് ആർ ദ ഈവൻസ് ഇൻ G1 phase. Then second phase of interphase, that is S phase. S phase is otherwise called what? Synthesis phase. Okay, synthesis phase indadana S phase. That is, what are the events in S phase? Replication or synthesis of DNA. Very important point, note down. Replication or synthesis of DNA. DNA synthesize ചെയ്യുന്നതാണ്. Replication means എന്താണ്, replicate ചെയ്യുക. സുവോളജിയിൽ പഠിച്ചാണ് DNA replication. DNA ഒരു DNA രണ്ടായിട്ട് മാറുന്നു അല്ലേ. DNAൻ്റെ 2 strands അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, പുതിയ പുതിയ DNA ഉണ്ടാവുന്നതാണ്, 4 strands ആയിട്ട് മാറുന്നു. ദെൻ റെപ്ലിക്കേഷൻ ഓർ സിന്തസിസ് ഓഫ് DNA നടക്കുന്ന സ്റ്റേജ് ആണ്, DNAൻ്റെ അളവ് കൂടുന്ന സ്റ്റേജ്. ദെൻ നെക്സ്റ്റ്, ദ എമൗണ്ട് ഓഫ് DNA പെർ സെൽ ഡബിൾസ്. എമൗണ്ട് കൂടാണ്. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ ഇനീഷ്യൽ എമൗണ്ട് ഈസ് 2C, ദെൻ ഈ ഫേസ് കഴിയുമ്പോഴേക്കും എന്തായിട്ട് മാറും, ഡബിൾ ചെയ്തിട്ട് 4C ആയിട്ട് മാറും എമൗണ്ട്. But this is very important point, but there is no increase in chromosome number. Chromosome number le change ഒന്നുമില്ല. If it is a diploid 2N,
ഫൈനലി എന്ത് തന്നെയായിരിക്കും 2n തന്നെയായിരിക്കും, കഴിഞ്ഞാലും 2n ആണ്. ബട്ട് എമൗണ്ട് കൂടും, അളവ് കൂടും. ഒരു സെല്ലിലുള്ള DNA രണ്ടാൾക്ക് ഈക്വലായിട്ട് കൊടുക്കണ്ടേ, അപ്പോൾ അതിൻ്റെ അളവ് എന്ത് ചെയ്യുന്നു, ഡബിൾ ചെയ്യുന്നു. എന്നിട്ടാണ് ഷെയർ ചെയ്യുക, ഈക്വലായിട്ട് ഷെയർ ചെയ്യാം. Okay, then these are the important events in S phase. Then third phase ആണ് G2 phase or gap 2 phase എന്ന് പറയും, or second gap phase or pre-mitotic gap phase. ഇത് പോസ്റ്റ് മൈറ്റോട്ടിക് ആകുമ്പോൾ ഇത് എം ഫേസിൻ്റെ തൊട്ട് പിന്നിലല്ലേ വരുന്നത്, സോ ഇറ്റ് ഈസ് കോൾഡ് പ്രീ മൈറ്റോട്ടിക് ഗ്യാപ്പ് ഫേസ്. ഓക്കെ, ദെൻ സി ദ ഇവൻറ്റ്സ് ഇൻ G2 phase. G1 സിമിലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ് G2 നടക്കുന്നത്, അതുകൊണ്ട് പഠിക്കാൻ എളുപ്പമായിരിക്കും. സെൽ ഗ്രോത്ത് കണ്ടിന്യൂസ്, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഗ്രോത്ത് ഉണ്ട്, അത് കണ്ടിന്യൂസ് ആവുന്നു, എന്നുവെച്ചാൽ അത് പിന്നെയും നടക്കുക, ഗ്രോത്ത് കണ്ടിന്യൂസ് ആയി നടന്നുകൊണ്ടിരിക്കുന്നു. RNA ആൻഡ് പ്രോട്ടീൻ സിന്തസിസ്. ഓക്കെ, അപ്പോൾ ഡിവിഷൻ ആവശ്യമായിട്ടുള്ള RNA പ്രോട്ടീൻ അതിൻ്റെ സിന്തസൈസ് നടക്കുന്നു. ഓക്കെ, ദീസ് ആർ ദ ഇവൻറ്റ്സ് ഇൻ G2 phase. നെക്സ്റ്റ് 1 phase, ദാറ്റ് ഇസ് G0 ഓർ ക്യുസൻറ്റ് ഫേസ് എന്നാണ് പറയുക, ക്യുസൻറ്റ് സ്റ്റേജ് എന്നൊക്കെ പറയാറുണ്ട്. ഈ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് സെൽ സൈക്കിൾ ഇവിടെ കാണാം. ഓക്കെ, G0 മീൻസ് ഇൻ ദ സ്റ്റേജ് സെൽ ഡു നോട്ട് ഡിവൈഡ് ഫർദർ. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സെല്ല് പിന്നെ ഡിവൈഡ് ചെയ്യില്ല. ദേ എക്സിറ്റ് G1 phase ആൻഡ് എൻ്റർ ഇൻ ടു എൻ ഇനാക്റ്റീവ് സ്റ്റേജ് ഓഫ് സെൽ സൈക്കിൾ. അപ്പോൾ ഈ എക്സിറ്റ് G1 വെച്ചാൽ പിന്നെ G1 പോയാലേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കംപ്ലീറ്റ് ഡിവിഷനിലേക്ക് എത്തുള്ളൂ. ആ സ്റ്റേജിൽ പോവാതെ എന്ത് ചെയ്യുന്നു, ഒരു ഇനാക്റ്റീവായിട്ട് മാറുന്നു. ഇതെല്ലാ കേസിലും സംഭവിക്കുന്നതല്ല. നോർമലി സെൽസ് എന്താ ചെയ്യുന്നത്, ഡോട്ടർ സെൽസ് ഫോം ചെയ്യുന്നു. ദിസ് ഡോട്ടർ സെൽ അഗെയിൻ എൻ്റർ ഇൻ ടു G1 S G2 ആൻഡ് പ്രൊഡ്യൂസ് ന്യൂ ഡോട്ടർ സെൽസ്. ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. പക്ഷെ ചില കേസസിൽ, ഫോർ എക്സാമ്പിൾ ഹാർട്ട് സെൽസിൻ്റെ ഒക്കെ കേസിൽ ആവശ്യമുള്ള സമയത്ത് മാത്രമാണ് സെല്ല് ഡിവിഷനിലോട്ട് പോവുക. അല്ലാത്ത സമയത്ത് എന്ത് ചെയ്യുന്നു, ഈ G0 എൻ്റർ ചെയ്ത് ഇനാക്റ്റീവായിട്ട് നിൽക്കുന്നു. നോർമൽ ബോഡി സെൽസ് ഒക്കെ എന്താ ചെയ്യുന്നത്, ഡയറക്റ്റ് G1 S G2 പ്രൊഡ്യൂസ് ന്യൂ ഡോട്ടർ സെൽ, ദെൻ ദിസ് ഡോട്ടർ സെൽസ് അഗെയിൻ കണ്ടിന്യൂ ദ സെൽ സൈക്കിൾ. ഓക്കെ, അപ്പോൾ അവനൊരു സ്പെഷ്യൽ കേസാണ് G0 ഓർ ക്യുസൻറ്റ് സ്റ്റേജ്. ഓർത്ത് വെക്കുക, 1-2 ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് അവർ ഇൻ്റർഫേസ്. ഓക്കെ, ഇൻ്റർഫേസ് G1 S G2 ആണെന്നുള്ളത് ഓർത്ത് വെക്കുക.